ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. ഓ വിഷയമാണല്ലോ ഗൈസ്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര മഴ തന്നെ. സ്വാമി ഗൈസ്, ഞാനിപ്പോൾ എൻ്റെ മുറിയിലാണ് ഗൈസ്. സംഭവം വെളിയിലൊക്കെ ഒട്ടുക്കത്തെ മഴ. എൻ്റെ മുറി ഇന്ന് സെറ്റാകും ഗൈസ്. ഞാൻ സെറ്റാക്കിയില്ല. നമ്മൾ ഓൾറെഡി നമ്മളൊരു സെറ്റാണ്. ഇനി ഇവിടെ ഒത്തിരി വലയും കാര്യങ്ങളൊക്കെ കൊണ്ട് സെറ്റാക്കണം, അതൊത്തിരി സെറ്റാക്കണം. പിന്നെ ഞാൻ ഇവിടെയാണ്, എൻ്റെ മുറിയിലാണല്ലോ. ഇവിടെ എന്നും വൃത്തിയാക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇവിടെ ഇപ്പോഴും ക്ലീൻ ആൻഡ് നീറ്റ് ഗൈസ്. പിന്നെ ഈ ഒരു ടി വി വർക്കാവും, പക്ഷേ സ്ക്രീൻ ചെറിയൊരു പ്രശ്നമുണ്ട്. നല്ല ഉള്ളതല്ലാതെ വേറൊരു വിഷയവും കാര്യങ്ങളൊന്നുമില്ല. കത്തനൊക്കെ ഒന്ന് തോന്നണം. ഷാമ്പൂ ഉണ്ട് ഗൈസ്. നമുക്ക് തളയെ കൊള്ളണമെങ്കിൽ ലിസ്റ്റ് ചെയ്തിട്ട് ചെയ്താൽ നല്ല മണമായിരിക്കും. പിന്നെ ഇവിടുത്തെ ചെന്നിൽ നമുക്ക് എല്ലാ വിഷ്വലും വെളിയിലത്തെ എല്ലാം കാണാൻ പറ്റും. പിന്നെ എന്നെ കാണിച്ചു തരാം ഗൈസ്. നിങ്ങൾ അത് കണ്ടു ചിരിക്കരുത് ഗൈസ്. മുടി വയ്ക്കാതെ ഈ സമയം ഞാൻ മുടി കോതിച്ചതാണ്. എൻ്റെ മുടി കുറവായിരുന്നു ഈ സമയം. +2 ഇത് പിന്നെ എന്തോ വാങ്ങിയപ്പോൾ കിട്ടിയൊരു ഇതിനെന്തിനാണ് പറയാൻ ഞാൻ മറന്നുപോയി. കാർബോർഡ് അതല്ല, ഇതിനെന്താ പറയുക ഞാൻ പറഞ്ഞു. കറണ്ട് പോയി. ഓക്കെ, അപ്പോൾ അത് ഇതൊക്കെ ഇരുന്നോണ്ട് ഇങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ ഐറ്റംസുകൾ കാര്യങ്ങളൊക്കെ വെക്കണമെങ്കിൽ വെക്കാനുള്ള ഐഡിയ ആണ് ഗൈസ്. ഇത് ചെയ്തു തന്നത് ജീവനാണ് ഗൈസ്. ജീവൻ എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ അനിയനാണ്. നമ്മളൊരു സമയത്ത് നമ്മളെ ചാനലിൻ്റെ സ്റ്റുഡിയോ വെച്ചത്. നമുക്ക് അതിന് വേണ്ടിയിട്ടൊരു ചാനൽ വിട്ടായിരുന്നു. അതിൻ്റെ സ്റ്റുഡിയോ ആണ് ഗൈസ്. എൻ്റെ അമ്മേനെ സിസ്റ്റർ കാണിച്ചു തരാം. ഇതോ ഈ വരുന്ന ആൾ കണ്ട, അതിൻ്റെ അമ്മയാണ്. ഈ അമ്മയെ നമുക്ക് വ്ളോഗിൽ എന്തെങ്കിലും കൊണ്ടുവരാം. ഒരു സാധനം വടിക്കണം, വടിക്കണം കേസ്. നമ്മൾ വൈകിട്ടാകുമ്പോൾ പഠിക്കും കേസ്. ഇപ്പോഴും ഞാൻ പഠിക്കുന്നില്ല. വൈകിട്ട് നമുക്ക് സെറ്റാക്കണം. സമയം 6 മണിയായി ഗൈസ്. ഇപ്പോൾ ചേച്ചി വന്നപ്പോഴത്തേക്ക് കുറച്ച് ചോക്ലേറ്റ് മുട്ടായി വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മൾ അത് കഴിക്കുന്നത് വിചാരിച്ചു. ഏത് സം ഹവർ ലേറ്റർ ഗൈസ്. ഇപ്പോഴത്തെ എൻ്റെ താടി പഠിക്കാന്നൊക്കെ പറഞ്ഞു. ഞാൻ പഠിച്ചില്ല. പഠിക്കണമെങ്കിൽ ഞാൻ പഠിക്കും കേട്ടോ. എപ്പോഴും പഠിക്കാം. നമുക്ക് റെഡിയാണ്. ഞാൻ റെഡിയാണ്. പക്ഷേ റെഡിയാണെന്ന് കുറേ നേരമായിട്ട് ഞാൻ പറയുന്നു ഗൈസ്. അതിനകത്ത് എൻ്റെ അടുത്ത് തന്നെ. പക്ഷെ എനിക്ക് മടി പഠിക്കേ. ഈ താഴെ പോയി എന്താണ് അവസ്ഥ നോക്കിയിട്ട് ഞാൻ കുറേ നേരമായിട്ട് റീഡ് മതിയായി കണ്ടു മതി ഗൈസ്. താഴെ പോകാം. താഴെ TV ഓണാണ് ഗൈസ്. വിഷയാവും. നോക്കാം. മറ്റേ തടി ഞാൻ കുളിക്കണം. ഞാൻ ഇന്നാണ് വ്ളോഗിൽ കാണിക്കുമെന്ന് പറഞ്ഞത്. പക്ഷേ അല്ല, ഇന്നലെ ഞാൻ പറഞ്ഞില്ലായിരുന്നു. നാളെ ഞാൻ വിളിക്കും. ഞാൻ പറഞ്ഞില്ല. എന്തിനു പഠിക്കില്ല. കംപ്ലൈന്റ് നാളെ ശരിയാക്കിയിട്ട് നാളെ അച്ഛൻ്റെ പന്നിട്ട് ശരിയാക്കി തരാൻ പറഞ്ഞു. മുടി ഒരുമാതിരി കോലം കെട്ടാണ് കൈ ഗൈസ്. സെറ്റാക്കണം. 1 hour later. ചെയ്തു ഗൈസ്. ഞാൻ താടി പഠിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ പഠിക്കാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ അവസ്ഥ പറയാം. ഷേവിങ് സെറ്റൊന്നും ഇല്ല ഗൈസ്. എല്ലാം പണിയാണ്. അതാണ് മെയിനായിട്ടുള്ളൊരു വിഷയം. ഞാൻ ഇന്നലെ വിചാരിച്ചത് ഇന്ന് എന്തെങ്കിലും ഒരു ഫണ്ണായിട്ടുള്ള സംഭവം, ഈ പഠിക്കുന്ന സാധനം ഫണ്ണായിട്ട് അല്ലെങ്കിൽ തമാശ ഇട്ട് സെറ്റാക്കാന്ന് പറഞ്ഞാണ് കേസ് ഇരുന്നത്. പക്ഷേ ഇങ്ങനെ ആവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഗൈസ്. പെട്ടുപോയി. എന്ത് ചെയ്യാൻ. നാളെ ചിന്തിക്കുന്നത് നമ്മുടെ ഈ ഏരിയയൊക്കെ കുറച്ച് കാണിച്ച് തന്നാലാണ്. അവിടെ കുറച്ച് അടുത്തുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ വീടിന് ചുറ്റുപാട്ടും മീൻസ് വീടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും പറ്റില്ല. ഒത്തിരി ദൂരമൊക്കെ ഇറങ്ങി നമ്മുടെ സ്കൂളും അതുപോലെ വയലും അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഗൈസ്.